അപ്പോൾ ചെറിയൊരു സാഡ് ന്യൂസ് പറയാനുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മളെ കുറെ ആളുകള് കുറെ അധികം ടൈമും എഫേർട്ടും ഒക്കെ ഇട്ടിട്ട് കളിക്കുന്ന ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞ എയർ ഡ്രോപ്പ് മേ ബി ക്യാൻസൽ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ന്യൂസസ് ആണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാംസ്റ്ററിന്റെ ഡെവലപ്പേഴ്സും അവരുടെ ഇൻവെസ്റ്റേഴ്സും തമ്മിൽ ഒരു വാക്കുതർക്കമല്ല, അത് കുറച്ച് സീരിയസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന്റെ അവരുടെ ആ എയിം, ഒരു ഫിനാൻഷ്യൽ എയിം നമ്മുടെ ഡെവലപ്പേഴ്സിന് സാധിച്ചെടുക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാല് ഇൻവെസ്റ്റേഴ്സ് മുന്നിൽ കണ്ട സംഭവത്തിലേക്ക് ഈ ഗെയിം എത്തിയിട്ടില്ല. അതായത് ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ട് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സ് എന്തോ ഒരു ഫിനാൻഷ്യൽ ഗെയിൻസ് കണ്ടിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു ലെവലിക്ക് ആ ഒരു റിട്ടേൺ കിട്ടുന്ന ലെവലിക്ക് ഈ ഗെയിം എത്തുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഇവരും ഡെവലപ്പേഴ്സ് തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും സിഇഒ കയറിയ പ്രശ്നങ്ങളൊക്കെ ആയി എന്നുള്ള ന്യൂസസ് ആണ് പുറത്തു വരുന്നത്. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പം എത്ര $500 million മേളിൽ, ഏകദേശം $600K മേളിൽ ഇൻവെസ്റ്റ് ചെയ്തവരാ. അതെ. അപ്പൊ അവർക്ക് അവരുടെ റിട്ടേൺ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടമാണ്. ചെറിയ നഷ്ടമല്ല, വലിയൊരു നഷ്ടമാണ്. അപ്പൊ അങ്ങനെ അവരത് വെറുതെ വിട്ട് കളയില്ലല്ലോ. പിന്നെ കോർട്ട് കേസ്, അല്ലാത്ത ലീഗൽ ആക്ടിവിറ്റീസ്, പറഞ്ഞ് സ്കാം ആക്കിയ ഒരു ടോക്കൺ ആയിട്ട് മേ ബി എല്ലാവരും ലാസ്റ്റ് ആദ്യം വരും, ഭയങ്കര ഹൈപ്പാണ്, നമ്മള് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞാൽ പോലും ആൾക്കാർ നമ്മളെ ഇങ്ങോട്ട് തല്ലാൻ വരുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലുണ്ടായിരുന്ന ഒരു ടോക്കണാണ് ഹാംസ്റ്റർ. അനാവശ്യ മാർക്കറ്റിംഗ്. അതെ, അനാവശ്യ മാർക്കറ്റിംഗ്. ഓക്കെ, അതുപോലെ ഹൈപ്പും ഉണ്ടായിരുന്നു. എങ്കിലും എല്ലാരും ഈ പറഞ്ഞൊരു പ്രാഗി അതിന് വില കുറച്ച ഒരു സ്കാം ആക്കി മാറ്റിയ പോലെ ഒരു ഫീല്. അതെ, ഈ അനാവശ്യ മാർക്കറ്റിംഗ് കാരണം ഇങ്ങനെ ഒരു ടോക്കണിനെ തകർക്കുക, അങ്ങനെ ഒരു എയർ ഡ്രോപ്പ് നശിപ്പിക്കുക എന്നുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് മേ ബി ഭാവിയിൽ ഹാംസ്റ്റർ കോമ്പാറ്റ് മാറാല്ലേ. അതെ, ഇതിപ്പോ ഒരു 2-3 മാസം കൊണ്ട് ഇത് റിലീസ് ആയില്ലെങ്കിൽ ഇതിന്റെ ഹൈപ്പ് കുറയും, അതിന്റെ ബാക്കിയുള്ള ക്രിറ്റിസിസം വരും, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ എക്സ്ട്രാ വരും. ഇപ്പൊ തന്നെ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് വെച്ചാൽ ഏകദേശം നിർത്തി, മൂഡ് പോയി എന്നുള്ള ഒരു മൈൻഡിലാണ് നിൽക്കുന്നത്. ഇത് കാരണം പല എയർ ഡ്രോപ്പ് ആൾക്കാർ ചെയ്യുന്നത് വരെ മടുത്തിപ്പോ. എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട് ആൾക്കാരെ, അപ്പോഴത്തേക്ക് ഒരു റിട്ടേണും ഇല്ല, ആൾക്കാരായിട്ട് വലിപ്പിച്ച് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത് എത്ര മാസങ്ങളായി. ഇവര് ചെയ്യണെന്താ വെച്ചാൽ പുതിയ സാധനങ്ങൾ, അപ്ഡേറ്റ്സ്, കീസ് എന്തെല്ലോ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ കൊണ്ടുവരാം. ആൾക്കാരെ മാക്സിമം കുറച്ചും കൂടെ ഇതിലേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാം. പക്ഷെ അത് ആക്ച്വലി ഒരേ ബാക്ക് ഫയർ ചെയ്യാ ചെയ്യണത്. ഇത് ആൾക്കാർക്ക് മടുപ്പ് വരിക ചെയ്യണത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര നല്ല എയർ ഡ്രോപ്പ് ആണെങ്കിലും ചിലവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അതുപോരാത്തന്നെ ഇപ്പൊ ഒരു മാസം കൊണ്ട് ഡോഗ്സ് എയർ ഡ്രോപ്പ് തുടങ്ങി വരലൊക്കെ വേഗം കഴിഞ്ഞും കൂടെ ആയപ്പോൾ ആൾക്കാർക്ക് ഇതിലുള്ള ട്രസ്റ്റ് ഒക്കെ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. അതെ, ഡോഗ്സ് ഒക്കെ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് വന്നു, പെട്ടെന്ന് തീർന്നു. ഇപ്പൊ അതെ, ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വെച്ചാണെങ്കിൽ ഇപ്പൊ അതെ ബൈബിറ്റില് സാധനം ടോക്കൺ ഡിസ്ട്രിബ്യൂട്ടും ചെയ്ത് കഴിഞ്ഞു. അതെ, ടോക്കൺ ഇതായിട്ട് തുടങ്ങിയില്ല, നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെ തുടങ്ങി.